കലാഭവൻ മണിയുടെ ശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വിഷമദ്യത്തിന്റെ അളവ് സ്ഥിരീകരിച്ചത്. മീഥൈൽ ആൽക്കഹോളിന്റെ അംശമുണ്ടായിരുന്നുവെന്നാണ് പരിശോധനാ ഫലം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ചർച്ച ഇതിലേക്ക് പോകുന്നു. ചർച്ചയിൽ നമ്മോടൊപ്പം റിട്ടയർഡ് SP ജോർജ് ജോസഫ് തത്സമയം ചേരുന്നു. ഒപ്പം കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനും തത്സമയം ചേരും. ഒപ്പം ഉമാകാന്ത് മുൻ IPS ഉദ്യോഗസ്ഥൻ തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ചലച്ചിത്ര സീരിയൽ താരം മനോജ് പിള്ള കൂടി തത്സമയം നമ്മോടൊപ്പം ചേരും. അതിഥികളിലേക്ക് പോകുമ്പോൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ RLV രാമകൃഷ്ണൻ, എല്ലാവരും സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ദുരൂഹത കൂടുതൽ വർദ്ധിക്കുകയാണ്. ഇന്നിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടാണ് ഹൈദരാബാദിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതുവരെ എല്ലാ കണ്ണുകളും ഹൈദരാബാദിലേക്കായിരുന്നു എന്തായിരിക്കും റിപ്പോർട്ട് സംബന്ധിച്ചെന്ന്. ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് കൂടി ഔദ്യോഗിക രേഖകളായി പുറത്തേക്ക് വരുമ്പോൾ താങ്കൾ സംശയിച്ച കാര്യങ്ങൾ ഒക്കെയും ബലപ്പെടുകയാണോ? RLV. രണ്ട് കാര്യങ്ങളാണ് എനിക്കിതിൽ വരുന്നത്. ഒന്ന് സംശയം, രണ്ട് ദുരൂഹത. രണ്ടും ഒപ്പം കൊണ്ടുപോവുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കാക്കനാട് ലാബിലെ പരിശോധന ഫലം എന്തായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ക്ലോറിപൈറിഫോസ് എന്ന ഒരു വിഷം ചേട്ടൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം മെത്തനോൾ എന്ന വിഷമദ്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കാക്കനാട് ലാബിൽ നിന്നും അറിഞ്ഞ ഒരു കാര്യമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ക്ലോറിപൈറിഫോസ് എന്ന ഈ വിഷം നാമധേയം ഇല്ലാതാവുകയും കേവലം മെത്തനോൾ മാത്രമായി വരുന്ന ഒരു റിസൾട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇത് ഞാൻ സംശയിക്കുന്നു, ഇത് ഒരു കാര്യം വിഷമദ്യമാണെങ്കിൽ ഈ വിഷമദ്യം എങ്ങനെ പാടിയിലെത്തി, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ശരീരത്തിൽ മാത്രം വിഷമദ്യം എങ്ങനെ എത്തി എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങളുണ്ട്. മറ്റൊരു ആശങ്ക എന്ന് പറഞ്ഞത് കാര്യം, കേവലം മെത്തനോൾ മാത്രമാണെങ്കിൽ അത് എത്തിയത് എൻ്റെ ചേട്ടൻ്റെ ശരീരത്തിൽ മാത്രമാണ്. മറ്റുള്ള വ്യക്തികൾ കഴിച്ചിരുന്നുവെങ്കിൽ അവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ കാഴ്ച അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന, പോലീസിന് ഉത്തരം കണ്ടെത്താവുന്ന ഒരു സാഹചര്യമാണ് ഈ റിസൾട്ട് എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. മറ്റൊന്നുമല്ല, തൻ്റെ ചേട്ടൻ്റെ ശരീരത്തിലെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ മെത്തനോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാത്രം എത്തപ്പെടുകയും അദ്ദേഹത്തിന് സ്വാഭാവിക മരണം എന്നുള്ളൊരു നിലയിലേക്ക് ഈ മരണത്തിൻ്റെ റിപ്പോർട്ട് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഒരു നിഗമനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് ഞാൻ ഇത് ഹൈദരാബാദിലേക്ക് ഈ റിസൾട്ട് പോയപ്പോൾ തന്നെ സംശയിച്ചിരുന്നു. ആ സംശയമാണ് കൂടുതൽ ബലപ്പെട്ടിരിക്കുന്നത്. കേവലം വിഷമദ്യം നമ്മൾ കണ്ടു എന്ന് അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ള ആ സത്യത്തിനപ്പുറം ഞാൻ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, സ്വാഭാവിക മരണത്തിലേക്ക് ഈ റിസൾട്ട് കൊണ്ടു ചെന്ന് എത്തിക്കും എന്നുള്ളതാണ് ഞാൻ ആശങ്കയോടെ. അതൊരു ഘടകം തന്നെയാണ്. തീർച്ചയായും അത് വ്യക്തമായി പരിശോധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് താങ്കൾ ആരോപിക്കുന്നത്. മറ്റൊന്നിലേക്ക് വന്നാൽ, അങ്ങനെ ഒരു സംശയം താങ്കൾ ഇപ്പോഴും നിലനിർത്തുമ്പോൾ, പാടിയാണ് എന്തായാലും എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രം, പാടിയിലാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചിരുന്നത് എന്നത് വ്യക്തമാവുകയാണ്. താങ്കൾ അത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കൾ അന്നുണ്ടായ സാന്നിധ്യമടക്കം മണിയുടെ കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട് നിന്ന അന്ന് രാത്രിയിലടക്കമുള്ള സാന്നിധ്യം സുഹൃത്തുക്കളിലേക്കൊക്കെയും സംശയങ്ങളുടെ മുന കൂടുതൽ ബലപ്പെടുകയാണോ ശ്രീരാമകൃഷ്ണൻ? നേരത്തെ അടക്കം ആരോപണം ഉന്നയിക്കപ്പെട്ടവരിലേക്കൊക്കെയും തലേ ദിവസം അവിടെ വന്നു ചേർന്ന വ്യക്തികൾ ഏത് തരത്തിലുള്ള മദ്യം കൊണ്ടുവന്നുവെന്നും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ അവിടെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് ചോദ്യം ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ വ്യക്തമായിട്ട് മാനേജർ ജോബി ആയാലും അവിടെയുള്ള മറ്റു വ്യക്തികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇതിനപ്പുറം മാർച്ച് 6-ാം തീയതി രാവിലെ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് വളരെ തിടുക്കപ്പെട്ടുകൊണ്ടാണ് അരുണും അതുപോലെ തന്നെ വിനായകൻ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയും ഹോസ്പിറ്റലിൽ നിന്ന് വളരെ തിടുക്കത്തോടെ ചാലക്കുടിയിലേക്ക് വരികയും പാടിയിലെ എല്ലാ കാര്യങ്ങളും അടിച്ച് വൃത്തിയാക്കുകയും അവിടെ നിന്ന് സാധനങ്ങൾ നീക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ കാര്യം നമ്മൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ജോബി പറഞ്ഞിട്ടാണെന്ന് അരുൺ വളരെ വ്യക്തമായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് സമ്മതിച്ചുള്ള ഒരു കാര്യമാണ്.
ഇത് പോലീസിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പച്ചക്കറികളും തേങ്ങയും ആണ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള മറുപടികൾ. ഈ മറുപടി ഒരിക്കലും തൃപ്തികരമല്ല. തലേ ദിവസം കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും വിഷപദാർത്ഥങ്ങൾ തന്നെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കലാഭവൻ മണി വളരെ ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിൽ അവിടുന്ന് മാറ്റപ്പെട്ടിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായി ഏതൊരു കുഞ്ഞിനും അറിയാം. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുള്ള ഉത്തരം അത് കേവലം പച്ചക്കറികളും അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളുമാണ് മാറ്റിയതെന്നാണ് അവർ പറയപ്പെടുന്നത്. ഈ ഒരു ഉത്തരത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. ഈ ഒരു അവസരത്തിൽ കൂട്ടമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് തൻ്റെ ചേട്ടൻ്റെ മരണം എന്ന് തന്നെ ഞാൻ ഇവിടെ തറപ്പിച്ച് പറയുന്നു. അതായത് രാമകൃഷ്ണൻ പലരെയും കസ്റ്റഡിയിലെടുത്തു പോലീസ്, പല സഹായികളെ അടക്കം കസ്റ്റഡിയിലെടുത്തു. ഇവരെയൊക്കെ തന്നെ ഒരു പ്രഹസനം എന്ന രീതിയിൽ ചോദ്യം ചെയ്ത് വിടുകയായിരുന്നു. പ്രതികളടക്കം ഇപ്പോഴും പോലീസിൻ്റെ കൈകളിൽ എത്തപ്പെട്ട ശേഷം വഴുതി പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണോ താങ്കൾ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും ഇത്രയും പ്രതികളുടെ പേര് നമ്മൾ സാഹചര്യവും പ്രചോദനവും എല്ലാം ഉൾപ്പെടെ ഇത്രയും പ്രതികളുടെ പേര് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇതിലേറെ വിഷമം എന്നുള്ളത് ഒരു മനുഷ്യനെ മൃഗത്തിന് തുല്യം ആ പാടി എന്ന പറമ്പിലിട്ട് സഡേഷൻ കൊടുത്ത ഡോക്ടർ സുമേഷിനെ എന്തുകൊണ്ട് ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ, ഈ കേസിൽ ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ ഇത്രയും ദിവസം പ്രതികൾ രക്ഷപ്പെട്ട് നടക്കുകയല്ലേ? ഈ ഡോക്ടർ സുമേഷിനോട് ഇത്രയധികം റിസ്ക് എടുക്കാൻ ആരാണ് പറഞ്ഞത്? ഞങ്ങൾ സ്വന്തക്കാരെ അടുത്തുള്ളപ്പോൾ ഡോക്ടർ സുമേഷ് എന്തിന് ഇത്രമാത്രം റിസ്ക് എടുക്കേണ്ട ആവശ്യം? ഒരിക്കലും ഒരു പ്രതി അല്ലെങ്കിൽ ഒരു രോഗിയോട് അനുവാദം ഇല്ലാതെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അനുവാദം ഇല്ലാതെയോ ഇയാളോട് ആരാണ് പറഞ്ഞത് സഡേഷൻ കൊടുക്കാനായിട്ട്? ഈ പാടിയും ഈ കലാഗ്രഹവും ഞങ്ങളുടെ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ കേരളക്കരയാകെ വന്നു പോയി കണ്ടതാണ്. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വന്ന് കാണുമ്പോൾ എന്തുകൊണ്ടൊരു വാക്ക് ഇവർ പറഞ്ഞില്ല എന്നുള്ളത്. ഇത്രയും സാഹചര്യത്തിൽ ഒരു പ്രതികളെ പോലും അറസ്റ്റ് രേഖപ്പെടുത്താതെ റിമാൻഡ് രേഖപ്പെടുത്താതെയുള്ള ഈ ഒരു കേസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. യെസ് ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരുപക്ഷെ നിയമപരമായ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീ ജോർജ് ജോസഫ്, എവിഡൻസാണ് RLV രാമകൃഷ്ണൻ കാര്യങ്ങൾ പറയുമ്പോഴും പോലീസ് ഒരുപക്ഷെ എവിഡൻസാണ് അവിടെ പ്രധാനമായി വരുന്നത്. എവിഡൻസിലേക്ക് സഞ്ചാരം ഒരുപക്ഷെ താങ്കളെ പോലെയുള്ള വിദഗ്ധരോ നിയമതലത്തിൽ നിന്ന് ചിന്തിക്കുന്നവരോ ഒന്ന് സഞ്ചരിച്ചാൽ നിർണായകമായ പല തെളിവുകളും പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന നിർണായക തെളിവുകൾ, സാഹചര്യങ്ങൾ, അത് ശാസ്ത്രീയമായ പല കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിട്ടുപോയി കളഞ്ഞു അല്ലെങ്കിൽ ബോധപൂർവം എന്നെ സംബന്ധിച്ച് പിന്നീടാണ് നമ്മൾക്ക് മറ്റൊരു ചർച്ച ഒരു പക്ഷേ ആ രീതിയിലേക്ക് കിടക്കാം. പക്ഷേ പോലീസിൻ്റെ കൈകളിലേക്ക് എത്തപ്പെടാവുന്ന തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, ഈ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്പം വിഷാംശം എന്ന് പറയുന്നത് മീഥൈൽ ആൽക്കഹോളാണ് ഹൈദരാബാദിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെ എറണാകുളത്തെ കാക്കനാട്ടിൽ നിന്ന് അവർ ക്ലോറിഫൈറിഫോസ് എന്ന് പറഞ്ഞാൽ ഓർഗനോഫോസ്ഫറസ്, അത് കീടനാശിനിയാണ്. അപ്പം പിന്നെ എങ്ങനെ ആണ് മീഥൈൽ ആൽക്കഹോൾ ഉള്ളിൽ ചെന്നു എന്നുള്ള പ്രശ്നമാണ്. മീഥൈൽ ആൽക്കഹോൾ ആ പാടിയിൽ വന്ന ഒരു ലക്ഷണവും ഇതുവരെ ഒരു ചർച്ചയിലും ഞാൻ കണ്ടില്ല, പത്രങ്ങളിലും കണ്ടില്ല. പക്ഷേ മീഥൈൽ ആൽക്കഹോൾ വേറൊരു കീടനാശിനിയിലുണ്ട്. അതെന്തായാലും പോലീസ് ശ്രദ്ധിക്കണം. മെറ്റാസിഡ് എന്ന് പറഞ്ഞൊരു കീടനാശിനിയുണ്ട്. ആ മെറ്റാസിഡിനകത്ത് മീഥൈൽ, പാരത്തിയോണാണ് അതിവിടെ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആന്ധ്രയിലും കേരളത്തിലൊക്കെ ഇപ്പോഴും അത് കിട്ടും, തമിഴ്നാട്ടിൽ എല്ലായിടത്തും കിട്ടും. ആ പാരത്തിയോണിനകത്ത് മീഥൈൽ ആൽക്കഹോൾ ഉണ്ട്. അപ്പം ചാരായം കൊടുക്കണമെന്ന് നിർബന്ധമില്ല അതിനകത്ത് ഈ കീടനാശിനി. അപ്പം 2 കീടനാശിനി ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് ഒരു പക്ഷേ അവിടെ ലാബിൽ ഇത്രയും സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളതിൻ്റെ ലാബിൽ ഇങ്ങനെ ഒരു കോൺട്രാഡിക്ഷനിലേക്ക് ഒരു പക്ഷേ ഘട്ടം ഘട്ടമായി പോകേണ്ടി വരുന്നൊരു സാഹചര്യം? അത് ഏതും കാക്കനാട്ടെ ലാബ് എനിക്ക് അവരോട് വലിയ അപ്രീസിയേഷനുണ്ട്. അവർ പറഞ്ഞപ്പോൾ അത് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഈ മീഥൈൽ ആൽക്കഹോളും അല്ലെങ്കിൽ അത് പോലീസിന് അറിവില്ലാഞ്ഞിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പാരത്യോണിൻ്റെ മീഥൈൽ ആൽക്കഹോൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത് ഈ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു മെറ്റാസിഡ്, അത് 2001 അമേരിക്കയിൽ പ്രോഹിബിറ്റ് ചെയ്തു, നിരോധിച്ച ഒരു കീടനാശിനി. പക്ഷേ ഇന്ത്യയിൽ അത് അവൈലബിൾ ആണ്, മെറ്റാസിഡ്. അത് സാധാരണ കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്ലോറിഫൈറിഫോസ് ഓർഗനോഫോസ്ഫറസ് എന്ന് പറയുന്നത് അത് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ മീഥൈൽ ആൽക്കഹോൾ കണ്ടൻസ് ഉള്ള പാരത്യോണും. അപ്പോൾ 25 കീടനാശിനിയുടെ കുപ്പികളും പല ടിന്നുകളും അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിനകത്തെങ്കിലും ഈ പാരത്യോണ്, അതായത് ഈ മെറ്റാസിഡ് ഉണ്ടോ എന്ന് നോക്കണം പോലീസ് ഇനിയെങ്കിലും. അത് കാരണം കോടതി കൊടുത്തിട്ടുണ്ട്. അതായത് പോലീസിന് ബോധപൂർവമായി വീഴ്ച സമ്മതിക്കുകയാണ് താങ്കൾ? അല്ല, അത് പോലീസിന് ഈ കീടനാശിനിയുടെ കണ്ടൻസിനെ പറ്റിയുള്ള അറിവില്ലാഞ്ഞിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞു എങ്കിൽ കൂടിയും ഇപ്പോഴും ഒരു സീറോയിൽ നിൽക്കുകയാണ് പോലീസ്. അതെ, ഇപ്പോൾ ഇത് കാരണം ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്.
ഒരു സിറോസിസ് ലിവർ, പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് സിറോസിസ് ലിവർ, കിഡ്നി ഫെയിലിയർ, ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഈ 3 കാര്യങ്ങളും കൊണ്ടാണ് കലാഭവൻ മണിയുടെ മരണം. ഇത് 3ആണ്. അപ്പോൾ ഈ 3 പോസ്റ്റ്മോർട്ടത്തിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടാതെ ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സിറോസിസ് മുഖേന ഉണ്ടാകുന്ന ഒരു രോഗി സ്ലോ ഡെത്തിലായിരിക്കും. വളരെ 2-3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ബ്ലീഡ് ചെയ്ത്, ഏനൽ ബ്ലീഡിങ്, നേസൽ ബ്ലീഡിങ്, വൊമിറ്റ് ചെയ്ത്, രക്തം ഛർദ്ദിച്ച്, അങ്ങനെയൊക്കെ ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ അത് മരിക്കുള്ളൂ. പക്ഷേ ഇത് സഡൻ ഡെത്താണ്. സഡൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ അന്നേരം മരിക്കണമെന്നല്ല, അത് UN അംഗീകരിച്ചിരിക്കുന്ന, ഇൻ്റർനാഷണൽ അക്സെപ്റ്റ് ചെയ്തിരിക്കും. ഒരു മരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് 24 മണിക്കൂറിനകം ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സഡൻ ഡെത്ത്. അപ്പോൾ ഈ കലാഭവൻ മണിയുടെ കാര്യത്തിൽ കണ്ടന്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി ഒന്നും ഒരു ഘടകമില്ല. ഇല്ല, കാരണം അദ്ദേഹത്തിന് സിറോസിസ് ലിവർ എല്ലാം ഉണ്ടെന്ന് നേരത്തെ പറയുന്നു. പക്ഷേ അപ്പോൾ ഈ സഡൻ ഡെത്ത് 24 എന്തോ കഴിച്ചിട്ട് അത് കൂടുതലും ആഹാരത്തിൽ കൂടെ കൊടുക്കാനാണ് സാധ്യത. അവിടെ അത് കാരണം രാവിലെ അവിടെ ക്ലിയർ ചെയ്തു, ആഹാരം വെക്കാൻ തന്നെ പാടിയിൽ 3 പേരുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ രാമകൃഷ്ണൻ്റെ പല ടോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ബിയർ മാത്രമേ കഴിക്കാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സിറോസിസ് ലിവർ രോഗം കണ്ടെത്തിയ ശേഷം അദ്ദേഹം മദ്യപിക്കാറില്ല. പക്ഷേ താങ്കളെ പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംശയിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ആ രാത്രിയിൽ ഈ പറയുന്ന രീതിയിലുള്ള ചാരായമോ അല്ലെങ്കിൽ മറ്റ് മദ്യമോ അവിടെ എത്തിയിട്ടുണ്ട്? ഇല്ല, ഞാൻ ബിയർ മാത്രം, കാരണം അവിടെ വന്നെന്നാണ് അവിടെ ഇടുക്കി ജാഫറും സാബുവും പറയുന്നത്, ബിയർ കഴിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തോട്ട്, പക്ഷേ അതിൻ്റെ അകത്തുള്ള മൂവ്മെൻറ്റ് ആ ഡോക്ടർ സുമേഷിൻ്റെ കാര്യം പറഞ്ഞു. ഒരു സമയത്ത് സുമേഷ് അവിടെ വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ കിടക്കുന്നു, അവിടുന്ന് വെപ്രാളപ്പെട്ട് വിയർത്ത് അടുത്ത മുറിയിലോട്ട് ഓടുന്നു, അങ്ങനെ കംപ്ലീറ്റ്. പിന്നീടൊരു സമയത്ത് ആ ഡോക്ടർ നോക്കുമ്പോൾ നേക്കഡായിട്ട് കിടക്കുന്നത് കാണുന്നു. കാരണം അത് സ്വെറ്റിങ്, അത് ഡീഓറിയൻറ്റേഷൻ, എന്ത് ചെയ്യണമെന്നറിയാൻ മേല, ആകെ വെപ്രാളമാണ്. അതൊരു സിറോസിസ് ലിവറിൻ്റെ ലക്ഷണം അങ്ങനെ ഉണ്ടാകാം. പക്ഷേ അത് കുറേ സ്ലോയിലേ ഉണ്ടാവുള്ളൂ. ബ്ലീഡിങ് ആ സമയത്തൊന്നും. സഡൻ ഡെത്താണ്. സഡൻ 24 എന്തോ കഴിച്ചിട്ട് സഡൻ ഡെത്താണ്. അത് ആ വൈകിട്ട് 11:00 ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് അന്നത്തെ ആഹാരം എന്താണെന്ന് പോലീസ് കണ്ടെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കണ്ടെത്തെങ്കിൽ മാത്രമേ. കാരണം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കളയാം. ഇദ്ദേഹത്തിന് 10-200 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ്. അതിലേക്ക് സാമ്പത്തികം തീർച്ചയായും അതിലേക്ക് വരണം. ശ്രീ രാമകൃഷ്ണൻ, അവിടെ അന്ന് പാടി ക്ലീൻ ചെയ്ത, ധൃതി പിടിച്ച് പാടിയടക്കം ക്ലീൻ ചെയ്യുന്നു. ഇതൊക്കെയും ആ രീതിയിലുള്ള ക്ലീനിങ് അടക്കം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് താങ്കൾ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ബലമായി സംശയിക്കുകയാണ്. കാരണം ജോബി അടക്കം പലരുടെയും, കാരണം മണിയുമായി കേന്ദ്രീകരിച്ച് നിന്ന സുഹൃത്തുക്കളടക്കം കാട്ടിയ തിടുക്കമടക്കം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ ഓരോ നിമിഷവും ചെലവഴിച്ചത്. താങ്കൾ സംശയിക്കുകയാണ്? തീർച്ചയായിട്ടും അതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ അന്ന് പറഞ്ഞ അതേ വസ്തുതകൾ തന്നെയാണ് നമ്മൾ ഇന്നും പറയുന്നത്. കാരണം ഇതിനു വേണ്ടി, അല്ലെങ്കിൽ ജോബി എന്തിന് കലാഭവൻ മണിയുടെ കൂടെ സേവനം ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ കലാഭവൻ മണിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, കലാഭവൻ മണി വളരെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേഷനിൽ കിടക്കുമ്പോൾ കലാഭവൻ മണിയുടെ കൂടെ 24 മണിക്കൂറുമുള്ള അരുണും വിനായകനുമെല്ലാം എന്തിന് അവിടം വിട്ടു പോന്നു? അവിടം വിട്ടു വന്ന് ഇവിടെ പാടിയിൽ വന്ന് അവർ വൃത്തിയാക്കി എന്നുള്ളതിന് പാടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ വളരെ വ്യക്തമായി 4-5 കവറിനുള്ളിൽ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നുണ്ട്. തന്നെയല്ല, അരുണിനെ ചോദ്യം ചെയ്തതും അതുപോലെ തന്നെ അവിടെ ചാരായം, നാടൻ വാറ്റ് ചാരായം അവിടെ കൊണ്ടുവന്നതിനുള്ള തെളിവുകളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അംശം അവർ എടുത്തുകൊണ്ടുപോയി ചാലക്കുടി ISI എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പെഴുതി വാങ്ങിച്ചിട്ടുണ്ട്. നാടൻ വാറ്റ് ചാരായം അവിടെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചാലക്കുടി ISI എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പേപ്പറിൽ. ഈ ചാരായം എവിടെ പോയി? ഇത് ഏത് തരത്തിലുള്ള മദ്യമായിരുന്നു? ഇവർക്ക് എല്ലാ തെളിവുകളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ മാറ്റം വരുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് എത്രയും പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാക്കനാട് പരിശോധന ഫലം കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ് ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിധത്തിലുള്ള അംശങ്ങളെല്ലാം തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കാക്കനാട് ലാബിൽ തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് നമ്മുടെ എല്ലാ ടെസ്റ്റുകളും, ഇതിനു മുമ്പുള്ള പല കേസുകളും അവിടെ തെളിയിക്കപ്പെട്ടു പ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിന്ന് തെളിവ് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി സാധനങ്ങളാണ് ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം അത് സുതാര്യമാണെന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമില്ല. കാരണം അതിൽ നിന്നും അത്രയും അംശങ്ങൾ വളരെയധികം കുറവ് സംഭവിച്ചിരിക്കാം. അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. ആ ഒരു റിസൾട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടക്കുന്നതെങ്കിൽ അത് ഒരിക്കലും
സത്യസന്ധമായി പോവുകയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ശ്രീ മനോജ് പിള്ള, പാടിയായിരുന്നു എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഈ രീതിയിൽ സംശയിക്കത്തക്ക രീതിയിലുള്ള പലരുടെയും സാന്നിധ്യങ്ങൾ അവിടെ കാണുകയും ചെയ്തു. ഒരുപക്ഷെ രാമകൃഷ്ണൻ അടക്കം പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ ഇഴചേർന്ന് കിടക്കുകയാണ്. അതൊന്നും പോലീസിനോ അല്ലെങ്കിൽ എടുക്കാൻ അല്ലെങ്കിൽ അത് നേരെ ഇഴകീറി പരിശോധിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സങ്കീർണതകൾ. എന്തായാലും പാടിയടക്കം ഇത്ര രീതിയിൽ ഒരുപക്ഷെ സംശയത്തിലേക്ക് വരുന്നു. ഇന്ന് ശാസ്ത്രീയമായി തന്നെ പരിശോധനാ ഫലം വരുന്നു. ദുരൂഹത വർദ്ധിക്കുകയാണ്. തീർച്ചയായും ദുരൂഹത വർദ്ധിക്കുകയാണ്. കാരണം മണിച്ചേട്ടൻ മരിച്ച സമയത്തും രാമകൃഷ്ണൻ പറഞ്ഞ ഇതേ വാചകങ്ങൾ തന്നെ അന്ന് എല്ലാവരും സംശയത്തോടുകൂടി അങ്ങനെ സുഹൃത്തുക്കൾ ചെയ്യുമോ എന്ന് ഞാനും ചർച്ചയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് പല സുഹൃത്തുക്കൾ, നമുക്കൊക്കെ അറിയാവുന്ന പല സുഹൃത്തുക്കളുടെയും പേരുകൾ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ മണിച്ചേട്ടൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുമോ എന്നൊരു സംശയം ഞാനും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം രാമകൃഷ്ണൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ രാമകൃഷ്ണൻ അന്ന് പറഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ടല്ല രാമകൃഷ്ണൻ ഇപ്പോൾ പറയുന്നതല്ല. മാത്രമല്ല അന്ന് പറഞ്ഞതിന് മാത്രമല്ല അതേ രീതിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാമകൃഷ്ണൻ പറയുന്നതിൽ കള്ളവില്ല. എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്ന സുഹൃത്തുക്കളെക്കാൾ A to Z കാര്യം അറിയാൻ കഴിയുന്നത് രാമകൃഷ്ണൻ തന്നെയാണ്. രാമകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞു ചില ഡൗട്ടുകൾ പറയാണ്. ഈ ഡൗട്ടുകൾ രാമകൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ വന്ന കാര്യം പറഞ്ഞു. ഈ ഏത് ചർച്ച വന്നാലും ഏത് ചാനൽ ചർച്ച വന്നാലും ബിയറാണോ മദ്യമാണോ മരിച്ച 1.5 മാസത്തിനിടയ്ക്ക് പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബിയർ കുടിച്ചോ മദ്യം കുടിച്ചോ നിസ്സാരമായൊരു കാര്യമല്ലേ ഒരു മരിച്ച മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ 6 മാസം മുമ്പ് നിർത്തി, 1.5 വർഷം മുമ്പ് നിർത്തി, ഇപ്പോൾ കഴിക്കുന്നില്ല എന്നൊന്നും പറയാൻ പാടില്ല. അവിടെയൊക്കെ ഇത്തരം സാഹചര്യങ്ങളൊക്കെയും പല കാര്യങ്ങളെ മറച്ചു വെക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തു. കാരണം മണിക്ക് ഗുരുതരമായ രോഗം പോട്ടെ, അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും കുടുംബ പ്രശ്നമടക്കം. കാരണം രാമകൃഷ്ണൻ അന്നും ഇന്നും കരഞ്ഞുകൊണ്ട് ചാനലുകളിലൂടെ വ്യക്തമാക്കുന്ന കാര്യം തീർച്ചയായിട്ടും കുടുംബ പ്രശ്നം, ഭാര്യയുമായിട്ടുള്ള വഴക്ക്, സഹോദരനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ആരൊക്കെയോ സൃഷ്ടിച്ചിരുന്നു എന്ന് ഒരു പക്ഷേ സംശയിക്കേണ്ടി വരും. ഞാൻ മണിച്ചേട്ടൻ മരിക്കുന്നതിന് ഒരു 6-7 മാസം, ഒരു 6-8 മാസം മുമ്പ് ചെങ്ങന്നൂർ വെച്ചാണ് ഞാൻ മണിച്ചേട്ടനെ കാണുന്നത്. മണിച്ചേട്ടനെ കണ്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞങ്ങളന്ന് അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. അന്ന് മണിച്ചേട്ടന് അന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന മണിച്ചേട്ടൻ അന്ന് എന്തോ ഷൂട്ടിങ്ങിനിടയ്ക്ക് എന്തോ പറ്റിയിട്ട് കാല് വയ്യാതിരുന്നു. മണിച്ചേട്ടൻ പറഞ്ഞു. അന്ന് മണിച്ചേട്ടൻ ഇരുന്നാണ് പാടിയത്. ഞങ്ങൾ അവസാനം ഞാനും മനുവർമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കുക. അന്നൊന്നും മണിച്ചേട്ടൻ മദ്യപിക്കില്ലായിരുന്നു. ആ സമയത്തൊന്നും മണിച്ചേട്ടൻ മദ്യപിച്ചായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് റൂമിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ ജാഫറും അവിടെ വന്നിരുന്നു. പക്ഷേ മണിച്ചേട്ടൻ പറഞ്ഞു, എന്നെ വിളിച്ച മോനെ ഞാൻ വരുന്നില്ല, എനിക്ക് അത്യാവശ്യം പോകണം, നാളെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാണ് മണിച്ചേട്ടൻ പോയത്. അന്ന് മണിച്ചേട്ടൻ മദ്യപിച്ച് കണ്ടില്ല. ഒരു വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പോഴും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം സംശയിക്കേണ്ടിയിരിക്കുന്നു. രാമകൃഷ്ണൻ പറഞ്ഞാൽ 100% യോജിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്തുക്കളായിട്ട് വട്ടം കൂടി നിന്ന് ഓതാശ ചൊല്ലിക്കൊടുത്ത ആൾക്കാർ ഇപ്പം സംശയിക്കേണ്ടിയിരിക്കുകയാണ്, ഇതാരായാലും. യെസ്, തീർച്ചയായും അതിൻ്റെ സാമ്പത്തികമടക്കം ഒരു പക്ഷേ രാമകൃഷ്ണൻ ആ ചർച്ചയിലേക്ക് അടക്കം പോകേണ്ടി വരുന്ന ഒരു ഘട്ടമാണ്. ശ്രീ രാമകൃഷ്ണൻ, സാമ്പത്തിക കാര്യത്തിലേക്ക് വന്നാൽ ആ സംശയങ്ങൾ ഇപ്പോഴും ചില സംശയങ്ങൾ ബലപ്പെടുകയാണ്. അവിടെയാണ് ബാഹ്യമായ ദുരൂഹമായ ചില സാമ്പത്തിക ബന്ധങ്ങൾ കലാഭവനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവോ? താങ്കൾ നേരത്തെ 2 മാസം മുമ്പ് പറഞ്ഞ ചില അറിവുകൾ അതിനപ്പുറത്തേക്ക് 3 മാസം പിന്നിടുമ്പോൾ മറ്റെന്തെങ്കിലും താങ്കൾക്ക് ദുരൂഹമായ സാഹചര്യത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ വളരെ പ്രത്യാശയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ്. ഈ പാടിയോട് ചേർന്ന് ഇനിയും 1 ഏക്കർ പറമ്പ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പാടിയിൽ 4 കെട്ട് പണിതുകൊണ്ട് അവിടെ താമസിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനുകൾ നീക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ സമയം. അതോടൊപ്പം തന്നെ ചാലക്കുടിയിൽ സെൻറ്റ് ജെയിംസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഫാർമസി കോളേജ് ഞങ്ങളുടെ വീടിനടുത്തുണ്ട്. അതിൻ്റെ തൊട്ടടുത്തും ചേട്ടന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ അവിടെ ബോയ്സ് ഹോസ്റ്റൽ പണിയാനുള്ള മറ്റൊരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിണർ കുത്തി വെള്ളം കണ്ടു. ഇത്രയും വളരെ പ്രത്യാശയോടു കൂടി അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ മറ്റൊരു മറിച്ച തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണോ? കാരണം പല കിംവദന്തികളും പറഞ്ഞു കേൾക്കുന്നുണ്ട്, പല താരങ്ങളുടെ അടക്കം പേരുകളൊക്കെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ രാമകൃഷ്ണന്റെ ബോധ്യം എന്ന നിലയിൽ ഈ നിമിഷം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇവിടെ പ്രധാന പ്രശ്നം 2 മാനേജർമാർ ചേട്ടനുണ്ടായിരുന്നു. ഒന്ന് ജോബി, 2 ഷിബു. ഈ 2 വ്യക്തികളും ചേട്ടനെ സാമ്പത്തികമായിട്ടും അല്ലാത്ത തരത്തിലും വളരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ സിനിമ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചേട്ടൻ അവരുടെ ഒരു സമ്മർദ്ദത്തിനുള്ളിൽ പെട്ടുപോവുകയായിരുന്നു. കാരണം ഈ 2 വ്യക്തികൾ മുഖേന നിരവധി വ്യക്തികൾക്ക് ലക്ഷങ്ങളാണ് കടം കൊടുത്തിട്ടുള്ളത്. ഇത് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കേസാണ്. ഈ പാടിയോട് ചേർന്നുള്ള സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി അഡ്വാൻസ് കൊടുക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ലോൺ എടുക്കുന്നത്,
എടുക്കുന്നത്? എനിക്ക് കടം കൊടുത്ത ആൾക്കാർ തിരിച്ചു തന്നാൽ തന്നെ എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ആ ലോൺ കടം കൊടുത്തവർ തിരിച്ചു തന്ന കോടികൾ തന്നെ എനിക്ക് എൻ്റെ കയ്യിലാവും. അപ്പോൾ പിന്നെ ഞാൻ ലോൺ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പണം കടം കൊടുത്തുള്ള വ്യക്തികളിൽ നിന്നെല്ലാം തിരിച്ചു ചോദിച്ചു. അവിടെ മുതലാണ് പ്രശ്നങ്ങൾ അവിടെ പാടിയിൽ ഉരുത്തിരിക്കുകയും ഈ രണ്ട് മാനേജർമാർക്കെതിരെ വളരെ തുല്യമായിട്ടുള്ള പങ്കുണ്ട്. അതായത് ശ്രീ രാമകൃഷ്ണൻ ഒക്കെ പറയുമ്പോഴും ഈ പറയുന്ന ജോബി അടക്കമുള്ളവർക്ക് ഈ വിവരം അറിയാമായിരുന്നിട്ട് കൂടി ഈ അന്വേഷണ സംഘം അവരിൽ നിന്നും വ്യക്തമായ രീതിയിൽ ഈ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് താങ്കൾക്ക് ബോധ്യമാവുകയാണ്. യാതൊരു തരത്തിലുള്ള തെളിവുകളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടോട് കൂടി ഈ ഫയൽ മടക്കി കെട്ടിക്കൊണ്ട് ഇത് സ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ മടക്കി കെട്ടി നമുക്ക് തരിക എന്നുള്ള നിഗമനത്തിലേക്കായിരിക്കും എത്താൻ പോവുക എന്ന കാര്യമാണ് എൻ്റെ സംശയത്തിലുള്ളത്. ഇത്തരത്തിലുള്ള യാതൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രതിയെ പോലും ഒന്ന് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തണ്ടേ? അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ട തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് മാറ്റപ്പെട്ടത് എന്ത് എന്നുള്ള രീതിയിലൊരു ഉത്തരം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. യെസ്, തീർച്ചയായും മടങ്ങിയെത്താം. മനോജ് രാമകൃഷ്ണൻ പറഞ്ഞ ആ ഒരു കാര്യം, രാമകൃഷ്ണൻ പറഞ്ഞു ഒരു കാര്യം കറക്റ്റാണ്. എനിക്ക് മാനേജർമാരാരെന്ന് അറിയത്തില്ല, മാനേജർമാർ ജോബി അതിൽ പേരെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എൻ്റെ വളരെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്ത് അവസാന ഒരു വർഷം മുമ്പ് ഞാനടക്കം ചെങ്ങന്നൂർ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് മണിച്ചേട്ടൻ്റെ ഡേറ്റ് കിട്ടുവാണെങ്കിൽ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ല എന്ന് പറയുകയും 1.5 മാസങ്ങൾക്ക് ശേഷം ആ ഡേറ്റ് മണിച്ചേട്ടൻ ഫ്രീ ആണെന്ന് അറിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് പലരുടെയും കൈകൾ രീതിയിലേക്ക് ഉപയോഗിച്ചിരുന്നു. വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ പോലും ആ ഫോൺ വന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഫോൺ വരുമ്പോൾ മാനേജേഴ്സ് എടുത്തിട്ട് പറയുന്നത് ഇല്ല, മണിച്ചേട്ടൻ അന്ന് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വിളിക്കുന്നവർ പിന്നെ ചൂഴ്ന്നു പോകുമോ? യെസ്, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ രാമകൃഷ്ണൻ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇന്നിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് ഒരു പക്ഷേ വന്നു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസ് തള്ളാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകില്ല എന്ന തരത്തിൽ ഫയൽ മടക്കുന്ന ഒരു രീതിയിലേക്ക് അടക്കം പോകുമോ എന്ന സംശയം സ്വാഭാവികമായും രാമകൃഷ്ണന് ഉയർത്തേണ്ടി വരുന്നു. കാരണം ആ രീതിയിലായി ആണോ ഈ പോക്ക്? ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇന്ന് കിട്ടിയ ഈ എവിഡൻസ് എത്രത്തോളം പ്രാപ്തമാണ് മുന്നോട്ട് പോക്കിന്? അതോ ഈ പറഞ്ഞ ഈ രീതിയിലുള്ള സംശയങ്ങളടക്കം നിലനിൽക്കെ സാമ്പത്തിക സ്രോതസ്സുണ്ട്, അതിലേക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് പോയി, ഇതടക്കം ഒരുപക്ഷെ സങ്കീർണതയാണ്, അഴിക്കാൻ പറ്റാത്ത കുരുക്കുകളായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക, അതുകൊണ്ട് മടക്കി വെക്കേണ്ട ഒരു സാഹചര്യമായി മാറുമോ? അല്ല, രാമകൃഷ്ണൻ സംശയിച്ച പോലെ ഇത് ഒരു സ്വാഭാവിക മരണം, കാരണം സിറോസിസ് ലിവർ കൊണ്ടുള്ള ഒരു മരണമായിട്ട് തന്നെ ഇത് പര്യവസാനിക്കാനുള്ള നീക്കം, കാരണം ഇപ്പോൾ സൈലൻ്റായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ കീടനാശിനി എന്തായാലും അവിടെ വന്നല്ലോ. ആ കീടനാശിനി എവിടുന്ന് വാങ്ങിച്ചു, ആര് കൊണ്ടുവന്നു, എങ്ങനെ അവിടെ വന്നു എന്ന് പോലീസ് കണ്ടുപിടിച്ചേ പറ്റൂ. അത് ഇന്ന് വരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ മണിയുടെ ഈ കോമ്പൗണ്ടും വീടിന്ന് പല സ്ഥലത്തു നിന്നും പല കീടനാശിനികളും ടിന്നെടുത്തെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഈ മീഥൈൽ ആൽക്കഹോൾ കണ്ടൻ്റുള്ള ഒരു ടിന്നുണ്ടോ, ഓർഗനോഫോസ്ഫറസിൻ്റെ ടിന്നുണ്ടോ, ഇത് രണ്ടും പറയണം. എന്തായാലും അത് മരണകാരണത്തിനകത്ത് ഈ വിസറയ്ക്കകത്ത് ഒരു കാക്കനാട്ടെ ലാബിൽ കണ്ടെത്തിയ ആ വിഷാംശം എങ്ങനെ വന്നു എന്ന് പോലീസ് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേരള പോലീസിൽ നിന്ന് അന്വേഷണം മാറി വേറെ വഴിക്ക്. ടേണിംഗ് പോയിന്റിലേക്ക് വന്നു. അതെ, ടേണിംഗ് പോയിന്റിലേക്ക് വന്നു. രാമകൃഷ്ണൻ പറഞ്ഞപ്പോൾ മോട്ടീവായി. ആ മാനേജർമാർ കിട്ടാനുള്ള പൈസ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പം ഇതിനകത്ത് ബിനാമിയായിട്ട് എൻ്റെ അറിവ് 1-2 നടിമാരും പലരും ബിനാമിയായിട്ട് വളരെയധികം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മണിയുടെ മരണം പലർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടായിക്കഴിഞ്ഞു. അതിന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞതിനകത്ത് തന്നെ നമുക്കത് മനസ്സിലാവും. 2 മാനേജർമാരോട് ഒരു സിനിമ 1.5 മാസം ഒരു സിനിമയ്ക്ക് വെറുതെ ഇരുന്നപ്പോഴും ആ സിനിമയ്ക്ക് പോലും അവർ വിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഈ ഡെയിലിയുള്ള പ്രോഗ്രാമെന്നുള്ള കിട്ടുന്ന പൈസ അത് വീട്ടിൽ ചെല്ലുന്നില്ല എന്ന് രാമകൃഷ്ണനും നിമ്മിയും പറഞ്ഞിട്ടുണ്ട്. അത് ഈ പാടിയിലുള്ളവർ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അവരുടെ വരുമാനം, സിനിമയ്ക്ക് പോയ അവരുടെ വരുമാനം നിൽക്കും. ഇതൊക്കെ പോലീസ് ഇനിയും പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ വന്നാലും ശരി, ഇതൊരു ക്ലോസ് ചെയ്യാനുള്ളൊരു നീക്കമാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോഴത്തെ ടീമിനെ വിഘടിപ്പിച്ച് പല ഘട്ടങ്ങളായി അന്വേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യം. അത് തീർച്ചയായിട്ടും പോലീസ് കണ്ടെത്തിയേ പറ്റൂ. കാരണം മണിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മറ്റുള്ള സിനിമാ താരങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറൊക്കെ ഉണ്ട്.
ഇത്രയും അടിത്തട്ടിലുള്ള ആൾക്കാർ ലക്ഷോപലക്ഷം, ഞാൻ പല സ്ഥലത്തും സഞ്ചരിച്ചപ്പം കണ്ടു, ഓരോ സ്ഥലത്തും മണിയുടെ ഓർമ്മയ്ക്കായി മെഴുതിരി കത്തിച്ച് റോട്ടിൽ പടവും വെച്ചിരിക്കുന്ന ഏത് സിനിമാ താരങ്ങൾക്ക് കേരളത്തിൽ ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അതുപോലെ അടിത്തറയിൽ അതുപോലെ ആൾക്കാർ അതുതന്നെയല്ല മലയാള ഭാഷയിലെ നമുക്കറിയാം മണിയുടെ പാട്ട് എന്ത് പഴയ നാടൻ പാട്ടുകളുടെ പിതാവെന്ന് വിളിക്കേണ്ടി വരും. കാരണം ഇത്ര ശ്രീ രാമകൃഷ്ണൻ അവിടെയാണ് ശ്രീ ജോർജ് ജോസഫ് സംശയിച്ചതുപോലെ ഒക്കെയും. കാരണം ചില 1-2 ചലച്ചിത്ര നടിമാർ, പേര് ഞാൻ പറയുന്നില്ല, പ്രമുഖ നടിമാർക്കടക്കം ഒരുപക്ഷെ സാമ്പത്തിക കാര്യങ്ങളിൽ മണിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇവർക്കൊക്കെയും പല സംസ്ഥാനങ്ങളിലും സാമ്പത്തിക ഇടപാടുകൾ ഇവരൊക്കെയും നിയന്ത്രിച്ചിരുന്നു. ഇങ്ങനെ മണിയെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ മുതലെടുപ്പ് നടത്തി. ഇവരുടെയൊക്കെ പേരുകൾ താങ്കളും കേട്ടുവോ? അതോ സംശയിക്കുന്നത് പോലെ മാനേജർ ജോബിയോ അവരിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ? മറ്റുള്ള പേര് പറയുന്നതിലുപരി ഈ മാനേജർമാർ മുഖേനയാണ് എല്ലാവരിലേക്കും സാമ്പത്തികം എത്തുന്നത്, അല്ലെങ്കിൽ മാനേജർമാർ കൊണ്ടുവരുന്ന ആളുകൾക്കാണ് ചേട്ടൻ പൈസ കൊടുക്കുന്നത്. ഇതിനെ ആസ്പദമാക്കിയിട്ട് നിരവധി ഊമക്കത്തുകൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഊമക്കത്തുകൾ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഊമക്കത്ത് പോലീസ് കൈപ്പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഇലക്ഷനും മറ്റ് തിരക്കായതുകൊണ്ട് ആ പോലീസിനെ ബന്ധപ്പെട്ട ആളെ വിളിച്ചറിയിച്ചെങ്കിലും അത് കൈപ്പറ്റിയിട്ടില്ല ഇതുവരെയും. ഇത്തരം പാടിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ വന്നു പോകുന്ന ആളുകൾ, ഒരു വ്യക്തി, ആ ഊമക്കത്തിൽ പറയുന്ന ഒരു വ്യക്തി അവസാനമായി 1 ലക്ഷം കൂടെ വാങ്ങിച്ച എൻ്റെ ചേട്ടൻ പറഞ്ഞ മറുപടിയാണ് അതിൽ സൂചിപ്പിച്ചത്. ഇങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇതടക്കം 1 കോടി തികഞ്ഞു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇനി പെട്ടെന്ന് തിരിച്ചു തരാനുള്ള സാധ്യത ഉണ്ടാവണം എന്നുള്ള ചേട്ടന്റെ മറുപടി അടക്കം. ആരുടെ പേരാണ് ശ്രീ രാമകൃഷ്ണൻ അതിൽ പറഞ്ഞിരിക്കുന്നത്? ആരുടെ പേരാണ് ഒരു പക്ഷേ? അതിലൊരു സാബു എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജോയ് മൈക്കിൾ എന്ന് പറഞ്ഞ മറ്റൊരാളുടെ പേരും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം. ഇതിന് മുമ്പത്തെ ഒരു ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തലേ ദിവസം വെളുപ്പാങ്കാലത്തോടു കൂടി പാടിയിൽ വെച്ച് ഒരു മർദ്ദനം നടന്നിട്ടുണ്ട്. ഈ മർദ്ദനത്തിലാണ് മണിച്ചേട്ടൻ്റെ ശരീരത്തിലേക്ക് ഇത്തരത്തിലുള്ള വിഷാംശങ്ങൾ എത്തിയെന്ന് പറയുന്ന ഒരു ഊമക്കത്ത്. അത് ആദ്യമേ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഈ ലെറ്റർ പോലീസ് കൈപ്പറ്റിയിട്ടില്ല. അതിനുവേണ്ടി വിളിച്ചപ്പോൾ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കൈപ്പറ്റിയിട്ടില്ല. അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഈ ഊമക്കത്തുകൾ. അപ്പോൾ ഇത്തരം ദുരൂഹമായ സാഹചര്യങ്ങൾ, പാടിയിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ കൃത്യമായി അറിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആളുകളാണ് ഈ ലെറ്റർ മുഖേന നമുക്ക് വിവരം ധരിപ്പിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അതായത് രാമകൃഷ്ണൻ, ജോബിയെ അടക്കമുള്ളവരെ താങ്കൾ ഇപ്പോഴും ബലമായി സംശയിക്കുകയാണ്. തീർച്ചയായിട്ടും ജോബി അല്ലെങ്കിൽ ഈ ഷിബു, മാനേജർ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്? അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. അവിടെ ഏതൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു തരത്തിലും നല്ല രീതിയിലുള്ള മാനേജർമാരായിരുന്നില്ല ഇവരാരും തന്നെ. എത്രയോ വ്യക്തികൾ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ വ്യക്തികൾക്ക് അനുഭവം ഉണ്ടെന്ന് അറിയുമോ? ഈ ചേട്ടനെ വിളിച്ചാൽ ഒരു പ്രാവശ്യം കിട്ടാനുള്ള ഒരു ചാൻസ് ഈ 2 വ്യക്തികളും ചെയ്തു കൊടുത്തിട്ടില്ല. ഒരു വി ഐ പി എന്ന് വേണ്ട, പുതിയ ചിത്രങ്ങൾക്ക് കരാറാക്കാൻ വേണ്ടി എത്ര പ്രൊഡ്യൂസർമാർ ചാലക്കുടിയിൽ വന്ന് തിരിച്ചു പോകുന്നൊരു സാഹചര്യം. എൻ്റെ ചേട്ടനെ കാണിച്ചു കൊടുക്കാൻ പോലും ഒരു മര്യാദ ഈ 2 മാനേജർമാരും കാണിച്ചിട്ടില്ല. എന്തായാലും ഒരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് ശ്രീ രാമകൃഷ്ണൻ ഇന്ന് പോകുന്നത്. എന്തായാലും ഒരു ഇടവേള അനിവാര്യമായി. ശ്രീ മനോജ്, ഇവിടെ മോട്ടീവ് എന്തായാലും ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതും മാത്രമല്ല ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഒരു മോട്ടീവ് എന്തായാലും വ്യക്തമായിരിക്കുകയാണ്. ആ മോട്ടീവ് ഏതൊക്കെ സാഹചര്യങ്ങൾ, സാമ്പത്തികമാണോ അതിൽ പ്രധാനം? വ്യക്തിവൈരാഗ്യം ഒരു പക്ഷേ മണിയെപ്പോലെയുള്ള ഒരാൾക്ക് ഉണ്ടാകില്ല എന്ന് പൊതുവെ എല്ലാവരും, ഒരു പക്ഷേ 100-ൽ 98 പേരും അത്തരത്തിൽ മറ്റു തരത്തിൽ സാമ്പത്തികമല്ല മറ്റു തരത്തിലുള്ള അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ പോകാനിടയില്ല എന്നും പറയുന്നവരുണ്ട്. സാമ്പത്തികം വലിയൊരു ഘടകമായി മാറുന്നുണ്ടോ? തീർച്ചയായും വ്യക്തിവൈരാഗ്യം മണിച്ചേട്ടനോട് അങ്ങനെ വ്യക്തിവൈരാഗ്യം അങ്ങനെ ഉണ്ടാവുന്ന ഒരു കാര്യമേ ഇല്ല. കാരണം ഈ അവസാന സമയമാകുമ്പം നമ്മൾക്ക് അർഹതയില്ലാത്തവർക്ക് കുറേ പൈസകൾ കൂടെ നിൽക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത പൈസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് രാമകൃഷ്ണൻ പറഞ്ഞാൽ ഞാനൊരു മറുപടി പറഞ്ഞുതരാം. ഇപ്പം ഈ മണിച്ചേട്ടൻ പല പ്രോഗ്രാമുകളും പോയിട്ട് വരുമ്പോൾ ചിലയിടത്ത് ചെക്ക് കാണും, ചെക്ക് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ പോലുള്ള പ്രോഗ്രാമിന് ക്യാഷാണ് കൊടുക്കുന്നത്. രാമകൃഷ്ണനും അറിയാം. ഈ ക്യാഷ് കൊടുത്ത് തിരിച്ചു വരുമ്പം ചിലപ്പോൾ മണിച്ചേട്ടൻ സുഹൃത്തുക്കൾ ആഘോഷത്തിന് വേണ്ടി മുമ്പ് 1-2 വർഷം മുമ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അതിൽ 1 കാണില്ല, 2 കാണില്ല, 2.5 കാണില്ല, അങ്ങനെ പല അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ 11 മണിയാകുമ്പോൾ ചില സ്ഥലങ്ങളിൽ അത് മണിച്ചേട്ടനല്ലേ വാങ്ങിച്ച് എന്നവർ പറയുകയും രാവിലെ മണിച്ചേട്ടൻ അവരെ വിളിച്ച് രഹസ്യമായി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ഇത്രേ തന്നോളോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
അതും എനിക്കറിയാം. ഇത് ഒരിടത്തല്ല, പല സ്ഥലങ്ങളിൽ പല പൈസകൾ ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ട്. ഇതൊക്കെ അന്നൊക്കെ നമ്മൾക്ക് പറയുന്നത് അങ്ങനെയൊക്കെ എടുക്കുമോ കൂടെ നടക്കുന്നത്? എന്ത് കാര്യം, അവർ ഇപ്പോൾ മണിച്ചേട്ടൻ ഒരു ഷർട്ട് വാങ്ങിച്ചാൽ അന്നേരം ഒരു ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റ് വാങ്ങിച്ചാൽ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. അല്ലാതെ ജോലിക്കാരെന്ന രീതിയൊന്നുമല്ല. മാനേജർന്ന് ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെന്ന് പറഞ്ഞാലും അവരെ ഒരു സ്വന്തം അനുജനെ പോലെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് മണിച്ചേട്ടൻ. അതുകൊണ്ടാണ് ആ മരണസമയത്ത് ഞാനടക്കം ഇരുന്ന് പറഞ്ഞത് ശക്തമായ ഒരു സോഴ്സ് ഇതിൻ്റെ ബാക്കിലുണ്ട്. ഉണ്ടാകും തീർച്ചയായും. ഇപ്പോഴത്തെ ആ രാമകൃഷ്ണൻ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ശ്രീ രാമകൃഷ്ണൻ, ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൽ തൃപ്തിയാണോ ഉള്ളത്, അതോ മറ്റ് മാർഗങ്ങൾ CBI അന്വേഷണം പോലെയുള്ള പല രീതിയിലുള്ള അന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ്? താങ്കൾ പ്രകടിപ്പിച്ച വികാരം പരിശോധിച്ചാൽ എന്തായാലും പോലീസിൽ താങ്കൾക്ക് വിശ്വാസം ഇല്ല എന്ന നിലയിലേക്കാണ് താങ്കൾ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഒരു പക്ഷേ താങ്കൾ ആവശ്യപ്പെടാൻ പോകുന്നത്? അതിൻ്റെ നടപടിയുമായി എങ്ങനെ മുന്നോട്ട് പോകും? തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇന്നലെ ഒരു ഉപവാസം നടത്താൻ ഇരുന്നതാണ്. കാരണം ഹൈദരാബാദിലേക്ക് പോയിട്ടുള്ള റിസൾട്ട് ഇതുവരെ വരാത്തത് കൊണ്ട് ഇന്നലെ ഉപവാസം നടത്താനായിട്ട് കഴിഞ്ഞ ആഴ്ച പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ നാളെ റിസൾട്ട് വാങ്ങിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾ പലവരും ശ്രദ്ധിക്കുകയും അത് നമ്മുടെ തൃശ്ശൂർ ജില്ലകളിലെ മന്ത്രിമാരുടെ ഇടയിൽ എത്തുകയും ചാലക്കുടി MLA വഴി നമ്മുടെ AC മൊയ്തീൻ സാറുമായി സംസാരിക്കുകയും വേണ്ട രീതിയിലുള്ള എല്ലാ സഹായങ്ങളുമാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുവരെയും ഒരു നിഗമനത്തിൽ അവർ എത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ള കാര്യം. നമുക്ക് കേവലം ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് ഈ കേസ് എവിടെ ചെന്നെത്തും. കാരണം ചെറിയൊരു ചിന്ത മാത്രം മതി. കാക്കനാട്ട് മറ്റെല്ലാ കേസുകളിലും കാക്കനാട്ടിലെ റിസൾട്ട് അതിനെല്ലാം അനുകൂലമായി വരികയും കലാഭവൻ മണിയുടെ കേസിൽ അവിടെ നിന്ന് എന്തുകൊണ്ട് തിരിച്ച് ഹൈദരാബാദിലേക്ക് അയച്ചു, എന്ത് കാരണം പറഞ്ഞിട്ട് അയച്ചു, ആ കാരണം പറഞ്ഞ് അയച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി വന്ന ഉത്തരം എന്ത്, ഇവിടെ നിന്ന് പരിശോധന കഴിഞ്ഞിട്ടുള്ള ആന്തരിക അവയവങ്ങളാണ് അവിടേക്ക് പോയിട്ടുള്ളതെന്നും അതിലെത്രമാത്രം കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും ഏവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഹൈദരാബാദിൽ നിന്നും വന്നിട്ടുള്ള ഈ ഉത്തരത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് കേസ് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആശങ്കപ്പെട്ടതുപോലെയുള്ള സ്വാഭാവിക മരണം എന്നുള്ള ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ഫയൽ മടക്കും എന്ന് തന്നെയാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഉത്തരത്തിൽ തൃപ്തരാകുകയില്ല. മറിച്ച് ഞങ്ങൾ അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ്റുമായി ആലോചിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയുള്ള ഒരു ഉത്തരമാണ് ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ കൂടെ ആശ്രയിച്ചുകൊണ്ട് മറ്റ് ഏത് തരത്തിലുള്ള വലിയ ഏജൻസികളായാലും ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരാതികൾ മാത്രമല്ല അന്നത്തെ ജോബി ജാഫർ സാബു അടക്കമുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാമകൃഷ്ണൻ, വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യം കൂടി. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഉത്തരം വരികയാണെങ്കിൽ ഈ ഒരു കേസ് വീണ്ടും അതിൻ്റെ ആരംഭഘട്ടം മുതൽ വീണ്ടും ആലോചിക്കേണ്ടതായി വരും. യെസ്, ശ്രീ ജോർജ് ജോസഫ്, മറുപടി. ഒരു പക്ഷേ പോലീസിന് ഇനി പോകാൻ കഴിയുന്ന മേഖലകൾ അല്ല, പോലീസ് ഒരു പ്രതലമുണ്ടായി കഴിഞ്ഞു. അതെ, ഇപ്പം മോട്ടീവ് രാമകൃഷ്ണൻ പറഞ്ഞല്ലോ, നല്ല മോട്ടീവാണത്. എത്രയോ പേര് പണം വാങ്ങിച്ചിരിക്കുന്നു, അത് തിരിച്ചു കൊടുത്തിട്ടില്ല. 2-3 പേരുടെ പേര് പറഞ്ഞു. 1 കോടി രൂപ വരെ വാങ്ങിച്ചെന്ന് ഒരു പേര് വെക്കാതെ വന്ന പല ലെറ്ററിനകത്ത്, അനോണിമസ് ലെറ്ററിനകത്ത് കാണുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ബിനാമി ഇടപാടുള്ള സ്വത്തുക്കൾ അത് ഇതുപോലെ കൈവായ്പ വാങ്ങിച്ചവർക്കെല്ലാവർക്കും മണിയുടെ മരണം അനിവാര്യമാണെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ അത് കണക്കാക്കിയായിരിക്കും വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ ഒരു മോട്ടീവ് ഇപ്പം വന്നു. ഇതുവരെ അത് വ്യക്തമല്ലായിരുന്നു. രാമകൃഷ്ണൻ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അത് എനിക്ക് വ്യക്തമായത്. കാരണം അപ്പോൾ മണിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം ഊറ്റുന്ന വളരെയധികം ആൾക്കാരുണ്ട്. ആ പാടിയിലുമുണ്ട്, വെളിയിലുമുണ്ട്. ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഏകദേശം ഒരു ധാരണ അവരെല്ലാം ക്വസ്റ്റ്യൻ ചെയ്താൽ വന്നാൽ അപ്പോൾ നല്ല ക്ലിയറായിട്ട് മോട്ടീവായി മണി എത്രയും പെട്ടെന്ന് നശിക്കേണ്ടതാണ് പലർക്കും എന്നാണ് എൻ്റെ ഒരു. കാരണം അത് പോലീസാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്. അദ്ദേഹം സിറോസിസ് ലിവർ കൊണ്ടാണ് മരിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും പോലീസ് അങ്ങനെ സ്ഥാപിക്കും. ഒരു കാര്യം കൂടി, ഇപ്പോഴത്തെ ഘട്ടത്തിൽ എത്ര ശതമാനം സാധ്യതയാണ് ഒരു പക്ഷേ മെറിറ്റിലേക്ക്
ഉള്ള ദൂരം ഒരു സാധ്യത കാരണം താങ്കൾക്ക് ഒരു എന്തായാലും താങ്കളൊരു എല്ലാ കാര്യങ്ങളും ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കിട്ടിയ ഒരു പക്ഷേ ഇന്നത്തെ മോട്ടീവ് കൂടി ബോധ്യമായ സ്ഥിതിക്കും ഒപ്പം സാഹചര്യ തെളിവുകളും പലരെയും ചോദ്യം ചെയ്തൊക്കെ അല്ല വളരെയധികം തെളിവ് നശിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടുന്ന് മാറ്റിയ പല സാധനങ്ങളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ വെളുപ്പിനെ വന്ന് അവരിതെല്ലാം മാറ്റിക്കൊണ്ട് പോയത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് പോയത് എന്താണെന്ന് അവർ പറയണത് നോക്കാം. കാരണം അവിടെ മുരുകൻ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും അടുത്ത ഒരാൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ചെരുപ്പൂത്തിയായിരുന്നു. അയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ ഒരാളാണ് ഏറ്റവും അടുത്തിരുന്നത്. അപ്പോൾ അയാൾ പറയണതൊന്നും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അയാൾ ഒരു മർഡർ കേസിൽ പ്രതിയാണെന്ന് പറയുന്നു, തമിഴ്നാട് 4-5 കേസിനകത്ത് പ്രതിയാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരാളാണ് കഴിഞ്ഞ 8 മാസമായിട്ട് മരണം വരെ മണിയുടെ ഒപ്പം ചേർന്ന് നിന്ന്. അപ്പോൾ അത് വളരെ അതായത് വീണ്ടും ചോദ്യം ചെയ്യലുകൾ പഴയ ഘട്ടത്തിൽ ശ്രീ മനോജ് പിള്ള ഈ നിങ്ങളുടെ സിനിമാ മേഖലയടക്കം ഒരുപക്ഷെ വലിയ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടോ? പുതിയ സാഹചര്യം നേരത്തെ രാമകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ എന്തായാലും പുതിയ ഘട്ടത്തിലേക്ക് വരികയാണ്, ഉറപ്പുകളടക്കം നൽകിയ സാഹചര്യത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ ഏത് രീതിയിലാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പം സാറ് പറഞ്ഞ കണക്ക് സാഹചര്യ തെളിവുകൾ പലതും നശിക്കപ്പെട്ടു. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഒരിത്തിരിയെങ്കിലും ഇത് സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നും കുറേ നിയമസഭാ സാമാജികരുണ്ട്, നമ്മുടെ മീഡിയയിൽ നിന്നും നിയമസഭാ സാമാജികരുണ്ട്. ഇവരൊക്കെ ഇത് മുമ്പോട്ട് വന്ന് ഇത് എന്തെങ്കിലും നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കും. അതുപോലെ നല്ലൊരു മന്ത്രിസഭ ഉണ്ട്. ഇപ്പം ഈ രാമകൃഷ്ണൻ പറഞ്ഞ കണക്ക് ഇത് തേച്ചുമായച്ച് കളഞ്ഞ് ഇത് സ്വാഭാവിക മരണമെന്ന രീതിയിലാക്കാനാണ് അങ്ങനെയാണ് ശ്രമമെങ്കിൽ ഞാനടക്കം നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട്. അത് രാമകൃഷ്ണൻ്റെ ഫാമിലിക്കൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും എന്താണ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഉദ്ദേശിക്കുന്നത് അതിന് അവരുടെ പൂർണ്ണ പിന്തുണയുമായിട്ട് ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഉണ്ടാകും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത രാമകൃഷ്ണൻ, ഒപ്പം റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, മനോജ് പിള്ള. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈദരാബാദ് ഫോറൻസിക് ലാബിൽ നിന്നും വിഷാംശം കലർന്ന ഇന്ന് മീഥേൻ ആൽക്കഹോളിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് നടന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി.